ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. നിങ്ങൾ വീഡിയോ മുഴുവനായും കാണാനും ശ്രമിക്കണേ. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് റവ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി വറുത്തെടുത്ത് അത് പാനിലിട്ടിട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ കുറച്ച് അരി എടുത്ത് ഞാൻ ചോറ് വെക്കുകയാണ്. കുക്കറിലാണ് സാധാരണ ചോറ് വെക്കാറുള്ളത്. കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ നന്നായിട്ട് ചോറ് വേവും, വെള്ളമൊക്കെ പാകമായി കിട്ടിയാൽ മതി. പിന്നെ അതുപോലെ ഞാനിന്ന് വൈകുന്നേരം ഉണ്ടാക്കുന്നത് കുറച്ച് പഴം എടുത്തിട്ട് ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തൊരു ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ എൻ്റെ വീഡിയോയിൽ സാധാരണയായിട്ട് വ്യൂസ് വളരെ കുറവാണ്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ വീഡിയോ അത്ര ക്ലിയറും ക്ലാരിറ്റിയൊക്കെ കുറവാണ്. ഞാൻ തന്നെയാണ് ഫോൺ ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും. എനിക്കൊരു ട്രൈപോഡ് ഇല്ല, ഇനി അത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വാങ്ങണം. വീഡിയോ ഒക്കെ ഒന്ന് സെറ്റായി കിട്ടിയാൽ വാങ്ങണം. ഞാൻ പറഞ്ഞു വന്നത് വ്യൂസ് കുറയാനുള്ള കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നത് നന്നായിരിക്കണം, അപ്പോഴാണ് വ്യൂസ് കൂടുകയുള്ളൂ. പിന്നെ ആളുകൾക്ക് കണ്ടിരിക്കാനും ഒരു രസം വേണമല്ലോ വീഡിയോ. ഇനി തുടർന്നുള്ള വീഡിയോകളൊക്കെ ഞാനത് പരമാവധി ശ്രദ്ധിച്ച് നിങ്ങളിലേക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കാണുന്ന ആളുകൾ, എനിക്ക് സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇതിപ്പോൾ റവയും ഗോതമ്പ് പൊടിയും ചെറുപഴം ചേർത്തിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ ഹോട്ടലുകളൊക്കെ നമ്മൾ കാണാറില്ലേ, വലിയൊരു ബോണ്ടായിട്ട്. ഇതിപ്പം ചെറിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ, ചെറിയ സൈസിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള സോയാബീനാണ്, അത് വറുത്തെടുക്കണം. അപ്പോൾ ഇനിയും ഞാൻ തുടർന്ന് വീഡിയോകളിലേക്ക് വരും. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.